പണത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ മോൻസ് ജോസഫേ? ചോദിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരാണ്. കുട്ടനാട് സീറ്റ് കള്ള് കച്ചവടക്കാരൻ റജി ചെറിയാന് എഴുതി കൊടുത്തിരിക്കുന്നു മോൻസ് ജോസഫ്. പി ജെ ജോസഫ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. പി ജെ ജോസഫ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ മോൻസ് ജോസഫും അദ്ദേഹത്തിൻ്റെ മകൻ അപ്പുവുമാണ് രംഗത്ത്. ഇവർ രണ്ടുപേരുമാണ് ജോസഫ് ഗ്രൂപ്പിനെ ഇനി നയിക്കേണ്ടത്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിൽ ഒരു പിളർപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ റജി ചെറിയാൻ എന്ന ബാർ മുതലാളി മുമ്പ് NCP പ്രവർത്തക സമിതി അംഗമായിരുന്നു, NCPയുടെ നേതാവായിരുന്നു. കായംകുളമാണ് അയാളുടെ സ്വദേശം. കുട്ടനാടുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കുട്ടനാട് ഓഫീസൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി സ്ഥാനാർത്ഥിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് റജി ചെറിയാനെയാണ്. എത്ര ചിക്കിലി മറിഞ്ഞു എന്നാണ് കുട്ടനാട്ടുകാർ ചോദിക്കുന്നത്. കുട്ടനാട്ടുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കുറേ കാലം തോമസ് ചാണ്ടി അവിടെ ഭരിച്ചു. അവിടെ നിന്ന് ജയിച്ച് കയറി MLA ആയി. കുവൈറ്റ് ചാണ്ടി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം തോമസ് കെ തോമസ്, അദ്ദേഹത്തിൻ്റെ അനുജൻ തോമസ് കെ തോമസ് അവിടെ നിന്ന് ജയിച്ചു. പക്ഷേ കുട്ടനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ കുട്ടനാട് വെള്ളപ്പൊക്കമാകും. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷെൽട്ടർ ഹോമുകൾ തേടി പോകുന്ന കാഴ്ച, അത് കുട്ടനാട്ടുകാർക്ക് ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഈ പറയുന്ന രണ്ട് നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. തോമസ് ചാണ്ടി എന്ന കുവൈറ്റ് ചാണ്ടി, മരിച്ചുപോയ കുവൈറ്റ് ചാണ്ടിക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ശേഷം വന്ന് തോമസ് കെ തോമസിനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോമസ് കെ തോമസ് വിജയിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വിജയം ആപത്താണെന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇനി തോമസ് കെ തോമസിന് അവിടെ സീറ്റ് കൊടുക്കില്ല CPM. പകരം CPM തന്നെ അവിടെ മത്സരിക്കും. മറുവശത്ത് മോൻസ് ജോസഫ് പണമുണ്ടാക്കാനുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം NCP നേതാവൊക്കെയായ റജി ചെറിയാനെ NCPയിൽ നിന്ന് രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താനാണ് ഇപ്പോൾ മോൻസ് ജോസഫ് ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ അപ്പുവിൻ്റെ റോൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും മോൻസ് ജോസഫും റജി ചെറിയാനും തമ്മിലാണ് ചർച്ചകൾ നടന്നത്. കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ അത് കോൺഗ്രസിന് വലിയൊരു മുതൽക്കൂട്ടായി മാറും. പക്ഷേ കോൺഗ്രസിനെ ഏറ്റെടുക്കാൻ സമ്മതിക്കില്ല മോൻസ് ജോസഫ്. PJ ജോസഫ് എന്ന രാഷ്ട്രീയ അധികായൻ വനവാസത്തിലേക്ക് പോയതോടെ കുട്ടനാട് സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് തീരുമാനിക്കുന്നത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫ് അത് തീരുമാനിക്കുകയും റജി ചെറിയാനെ അവിടെ MLA സ്ഥാനാർത്ഥിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർത്താൻ നിശ്ചയിക്കുകയും ചെയ്തു. റജി ചെറിയാൻ പണം വാരി എറിയുന്നുണ്ട് കുട്ടനാട്ടിൽ. പണ്ട് 1000 രൂപയും ഒരു കുപ്പിയും ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യിക്കാൻ പണക്കാർക്ക് കഴിയുമായിരുന്നു. ഇപ്പോൾ അതിലപ്പുറം കൊടുക്കാൻ, അതിലപ്പുറം ചെയ്യാൻ റജി ചെറിയാനെ പോലെയുള്ള ഒരു ബാർ മുതലാളിക്ക് കഴിയും. ഒരുപാട് ബിസിനസ് ഉള്ള റജി ചെറിയാൻ കുട്ടനാടിനെ പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റിയിരിക്കുന്നു. PJ ജോസഫ് രാഷ്ട്രീയം ഒഴിയുമ്പോൾ, മോൻസ് ജോസഫ് രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ പടലപ്പിണക്കങ്ങളും ഉണ്ടാകുന്നു. റജി ചെറിയാനെ, NCP നേതാവായിരുന്ന റജി ചെറിയാനെ എന്ത് അർത്ഥത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഏത് ആശയത്തിനനുസരിച്ചാണ് UDFിലേക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എടുത്തത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. എന്തായാലും വലിയൊരു പ്രസക്തി തന്നെയാണ്, ആ ചോദ്യത്തിന് വലിയൊരു പ്രസക്തി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ളത് റജി ചെറിയാൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജോസഫ് ഗ്രൂപ്പിനുണ്ടാവുന്ന പിളർപ്പാണ്. ഇനി പിളരാനൊന്നുമില്ല, എങ്കിലും പിളർന്നല്ലേ പറ്റൂ. ചങ്കുറപ്പുള്ള ജോസഫ് ഗ്രൂപ്പുകാർ ഉണ്ടെങ്കിൽ അവർ പിളർത്തി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കും.
അല്ലെങ്കിൽ മാണി സാർ പറഞ്ഞത് പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന വലിയ മഹാപ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്നാണല്ലോ.